السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله الواحد القهار، غافر الذنب وقابل التوبة، شديد العقاب، المتفرد بالبقاء والدوام، والمتفضل على عباده بالإحسان والإنعام. أحمده حمد من قال ربي الله ثم استقاموا. الصلاة والسلام على رسوله المصطفى الذي بلغ رسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده، وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فرب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പല ഭാഗത്തു നിന്നായി എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുറുകെ പിടിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി തന്നെ സൂചിപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ നേതാവ് മഹാനായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏത് രൂപത്തിൽ ജീവിക്കണം, ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്തെല്ലാമാണ്, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം ഏത് രൂപത്തിൽ ക്രമീകരിക്കണം തുടങ്ങി ഒരു മനുഷ്യൻ ജീവിക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, തറക്തുക്കും അലൽ ബൈളാ, വ്യക്തമായൊരു പാതയിൽ വിട്ടേച്ചിട്ടാണ് നിങ്ങളെ ഞാൻ പോകുന്നത്, വ്യക്തമായൊരു പാത നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, അതിൻ്റെ രാത്രികൾ പോലും പകലുകളെ പോലെ പ്രശോഭിതമാണ്, അത്രയും വ്യക്തമായ പാതയാണത്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്, വളരെ നശിച്ചവനല്ലാതെ, നാശം സംഭവിച്ചവനല്ലാതെ എനിക്ക് ശേഷം ആ വ്യക്തമായി പഠിപ്പിച്ച ഒരു പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ വ്യക്തമായി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ഒരു പാതയിൽ നിന്ന്, അതിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിച്ചുകൊണ്ട് അതിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ യഥാവിധി കൈക്കൊള്ളാതെ അതിൽ നിന്ന് തെറ്റി സഞ്ചരിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പല രൂപത്തിലുള്ള ആളുകൾ സമൂഹം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു വശത്ത് നമുക്കറിയാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ദീനാണെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവരോടൊപ്പം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഖബറാരാധനകളും ആണ്ട് നേർച്ചകളും ഉറൂസുകളും തുടങ്ങി ബിദ്അത്തും ശിർക്കും കുഫ്റും നിറഞ്ഞ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇതാണ് ദീനെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ദീനാക്കിക്കൊണ്ട് സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ച ആളുകൾ സമൂഹത്തിലുണ്ട്. മഹാനായ പ്രവാചകന്മാർ മുഴുവൻ ലോകത്തേക്ക് കടന്നു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം അത് സമൂഹത്തെ പഠിപ്പിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, അല്ലാഹുവിനോട് മാത്രമേ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കളങ്കമറ്റ യഥാർത്ഥമായ ആശയം ഈ ലോകത്തെ പഠിപ്പിക്കാൻ മഹാനായ പ്രവാചകന്മാരെ മുഴുവൻ വന്നത്. ആ ഒരു ആശയത്തിന് നേർവിപരീതമായി കൊണ്ട് ജീവിതം നയിക്കുന്ന ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു വശത്ത് ലിബറൽ ചിന്താഗതികൾ, യുക്തിവാദം, അതുപോലെ തന്നെ ദീന് വേണമെന്നില്ല, മനുഷ്യര് ഉണ്ടാക്കിയതാണ് ദീന് എന്ന്, മതം എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യനിർമ്മിതിയാണ്, അതിനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും നിർബന്ധമില്ല, ആണിന് പെണ്ണാകാനും പെണ്ണിന് ആണാകാനും എന്ത് വേണമെങ്കിലും ഈ സമൂഹത്തിൽ ചെയ്യാം എന്ന് പറയുന്ന ചില ആളുകൾ താൻ എന്ത് വിചാരിക്കുന്നുവോ അതാണ് തങ്ങളുടെ ധാർമ്മികത, ഓരോരോ സമൂഹം അവരാണ് ആ ധാർമ്മികതയെ നിർവചിക്കേണ്ടത് എന്ന് നാട് നീളെ പ്രസംഗിച്ച് നടക്കുന്ന ആളുകളെയും നമുക്ക് സമൂഹത്തിന്റെ ഒരു വശത്ത് കാണാൻ കഴിയും. തീർന്നില്ല സുഹൃത്തുക്കളെ, മറ്റൊരു ഭാഗത്ത് നമ്മൾ ദിനേന കേട്ടുകൊണ്ടിരിക്കുന്ന, ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ, കുറ്റകൃത്യങ്ങൾ, പിഞ്ചുമക്കളെ ബലാത്സംഗം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ കൊല ചെയ്ത് ക്രൂരമായി കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടൊക്കെ കൊല ചെയ്യുന്ന അത്തരം വാർത്തകൾ ദിനം പ്രതി അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുമ്പോൾ
ഏത് സമയവും ആരും തെറ്റിപ്പോകാനുള്ള ഒരു അവസ്ഥ ഇന്നത്തെ സാഹചര്യം ഇന്നത്തെ സമൂഹത്തിലുണ്ട്. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ മുമ്പിലൊക്കെ ദീന് പറഞ്ഞിരുന്ന ആളുകൾ, ദീനിന്റെ വക്താക്കളായി സമൂഹം കണ്ടിരുന്ന ആളുകൾ, ദീനിന്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന മതം പഠിച്ച ആളുകൾ പോലും പലപ്പോഴും ചിലപ്പോഴൊക്കെ ഇസ്ലാമിനെതിരെ പറഞ്ഞുകൊണ്ട് യുക്തിവാദങ്ങൾക്കും ലിബറൽ ചിന്താഗതികൾക്കും പിന്നാലെ പോയിട്ട് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെയും ആശയങ്ങളെയും ആദർശങ്ങളെയും ചീത്ത പറയുന്ന രംഗം പലപ്പോഴായിക്കൊണ്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ നമ്മൾ കാണാനിടയായി. ഇത്തരത്തിൽ അതിനെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു, ഈ ഉമ്മത്തിനൊരു കാലം വരാനുണ്ട്. എന്താണ് ആ കാലത്തിന്റെ പ്രത്യേകത എന്നറിയോ? യുസ്ബിഹു റജുലു ഫിഹാ മുസ്ലിമ. രാവിലെ ഒരു വ്യക്തി മുസ്ലിമായി കൊണ്ടായിരിക്കും ജീവിക്കുക, ദീനനുസരിച്ചവനായി കൊണ്ടായിരിക്കും അവന് രാവിലെ ജീവിച്ചിട്ടുണ്ടാവുക. വയുംസി കാഫിറ. പക്ഷേ വൈകുന്നേരമാവുമ്പോഴേക്ക് അവന്റെ ദീനെല്ലാം പൊളിഞ്ഞവൻ കാഫിറായി മാറിയിട്ടുണ്ടാകും. വയുംസി മുഅ്മിനം വയുസ്ബിഹു കാഫിറ. വൈകുന്നേരം ഒരു വ്യക്തി മുഅ്മിനായി കൊണ്ട് ജീവിച്ച വ്യക്തിയായിരിക്കും, മുസ്ലിമായി കൊണ്ട് ജീവിച്ച വ്യക്തിയായിരിക്കും, ദീനിന്റെ ആളായി കൊണ്ട് അതിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി കൊണ്ട് ജീവിതം നയിച്ച വ്യക്തിയായിരിക്കും. പക്ഷേ വയുസ്ബിഹു കാഫിറ. അവന് രാവിലെ ആവുമ്പോഴേക്ക് അവന്റെ ദീനെല്ലാം പൊളിഞ്ഞുകൊണ്ട് അവൻ കാഫിറായി മാറുന്ന ഒരു അവസ്ഥയുണ്ടാകും. ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യബീഉ ദീനഹു ബിഅർളിൻ മിനദ് ദുനിയ. ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദീന് വിൽക്കുന്ന ഒരു സാഹചര്യം വരും. ഇത്തരം ആരും എപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരം എല്ലാ പ്രതിസന്ധികളും, പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ നാം സൂചിപ്പിച്ചു, അതെല്ലാം ഈ ഉടലെടുക്കുന്നത്, അതിന്റെ എല്ലാം പ്രധാനപ്പെട്ട വലിയൊരു കാരണം, വലിയൊരു അടിസ്ഥാനം എന്താണെന്നറിയോ? ദീനിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. മതം എന്താന്ന് പഠിച്ചിട്ടില്ല, ഇസ്ലാം എന്താന്ന് പഠിച്ചിട്ടില്ല, മഹാന്മാരായ പ്രവാചകന്മാരെ മുഴുവൻ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം പഠിച്ചിട്ടില്ല, തൗഹീദ് പഠിച്ചിട്ടില്ല, ദീനിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, ധാർമ്മികത എന്തെന്ന്, ഇസ്ലാം തേടുന്നത് എന്തെന്ന്, അതൊന്നും മതത്തെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായിട്ടില്ല. അത്തരത്തിലുള്ള അറിവുകളൊന്നും അവർ പഠിച്ചിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹാബത്തും താബികളും ഒക്കെ നമുക്ക് ജീവിച്ച് കാണിച്ച് മാതൃക കാണിച്ചു തന്ന ഒരു ദീനുണ്ട്, ആ ഒരു മതമുണ്ട്, ആ ഒരു ജീവിത രീതിയുണ്ട്, ആ ഒരു ലക്ഷ്യമുണ്ട്. അതെല്ലാം മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ അടിസ്ഥാന കാരണം എന്ന സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് ജീവിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, അള്ളാഹും റസൂലും പഠിപ്പിച്ച ദീനെന്താണെന്ന് പഠിക്കുമ്പോൾ, യഥാർത്ഥ രൂപത്തിൽ ജീവിക്കേണ്ട രീതി എങ്ങനെയെന്ന് പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ സമൂഹത്തിൽ നിന്ന് നീങ്ങുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ മാറാൻ കഴിയുന്നത് എന്ന് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ അകപ്പെടാതിരിക്കാൻ, നമ്മുടെ പരലോകം നഷ്ടപ്പെടാതിരിക്കാൻ ദീനിനെ കുറിച്ചുള്ള അറിവുണ്ടാവുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ശാശ്വതമായ ഒരു ലോകത്ത്, അറ്റമില്ലാത്ത മരണമില്ലാത്ത ഒരു ലോകത്ത് വിജയം വരിക്കാൻ, ദീന് പഠിക്കാൻ സുഹൃത്തുക്കളെ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. നമുക്കറിയാം, ഭൗതിക കാര്യങ്ങളിലൊക്കെ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ. ഭൗതിക കാര്യങ്ങൾ, നമുക്കറിയാം, ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നോക്കിയിട്ടാണ് നമ്മൾ ആ മൊബൈൽ വാങ്ങുക. അതിന്റെ സ്റ്റോറേജ് എത്രയുണ്ട്, അതിന്റെ പ്രൊസസ്സർ ഏതാണ് എന്നെല്ലാം ചികഞ്ഞ് അന്വേഷിച്ച് എല്ലാം കൃത്യമായതിനു ശേഷമാണ് നമ്മൾ പൈസ കൊടുത്തിട്ട് ആ മൊബൈൽ വാങ്ങുക. ഒരു വാഹനം വാങ്ങുമ്പോഴും അങ്ങനെ തന്നെ, അതൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുമ്പോൾ അത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അത് ഏത് മോഡൽ വാഹനമാണ്, അതിന്റെ എഞ്ചിന്റെ പവർ എത്രയാണ്, എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ. ദുനിയാവിന്റെ നിസ്സാരമായൊരു വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധയാണത്. ഇത്ര ശ്രദ്ധ ദുനിയാവിൽ കൊടുക്കണം നമുക്ക്. നമ്മുടെ ശാശ്വത വിജയത്തിന്റെ, പരലോകത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഈ ഒരു ദീന് പഠിക്കുക എന്നുള്ള കാര്യത്തിൽ എന്തുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്ക് ശ്രദ്ധ കൊടുത്തുകൂടാ? അതിലെന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല എന്ന് ഈ ഒരു അവസരത്തിൽ നമ്മൾ ആത്മാർത്ഥമായി നമ്മോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ദീന് പഠിക്കാൻ, മതം പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അറിവ് നേടുന്നതിനും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ വലിയ പ്രാധാന്യം നൽകുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. പരിശുദ്ധ ഇസ്ലാം അറിവ് നേടുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന മതമാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നാമതായി ഓതിക്കൊടുത്ത ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നബിയെ, താങ്കൾ സൃഷ്ടിച്ചവനായ റബ്ബിന്റെ നാമത്തിൽ നബിയെ താങ്കൾ വായിക്കണം. ഇഖ്റ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. വായനക്കും പഠനത്തിനും മതമറിയുന്നതിനും അറിവ് നേടുന്നതിനും വളരെ വലിയ പ്രാധാന്യം നൽകുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വ്യക്തി, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനൊരു വ്യക്തി ദീന് പഠിക്കാൻ തയ്യാറായാൽ, മതം പഠിക്കാൻ തയ്യാറായാൽ
വളരെ വലിയ സൗഭാഗ്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് നൽകുക എന്നാണ്. നമുക്കറിയാം, മതം പഠിക്കാൻ അവരുടെ മേന്മകൾ പറയുന്ന, നേട്ടങ്ങൾ പറയുന്ന, അവർക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്ന ആയത്തുകൾ, ഹദീസുകൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിൽ മതം പഠിക്കുന്ന ആളുകളെ കുറിച്ച്, അവരുടെ ശ്രേഷ്ഠതകളെ കുറിച്ച്, അതിനെക്കുറിച്ച് മാത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ പല ഭാഷകളിൽ നമുക്കിന്ന് ലഭ്യമാണ്. ഈ രൂപത്തിൽ മതപരമായ അറിവ് നേടുന്ന ആളുകൾ, അത് പഠിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഓഫറുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന സൗഭാഗ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ ഹദീസ് നമ്മൾ പഠിച്ചാൽ മതി. ഒരൊറ്റ ഹദീസ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു ഹദീസ്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കൊണ്ട് ഞാൻ കേൾക്കുകയാണ്, മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമാ, അറിവ് പഠിക്കാനായി ആരെങ്കിലും ഒരു വഴിയിലൂടെ അവൻ മുന്നോട്ട് വന്നാൽ, ദീന് പഠിക്കാനായി തയ്യാറായി കൊണ്ടൊരു വ്യക്തി മുന്നോട്ട് വന്നാൽ, സഹലല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള പാത വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും. അറിവ് പഠിക്കാനായി മുന്നോട്ട് വന്ന വ്യക്തിക്ക് അവന്റെ സ്വർഗ്ഗത്തിലേക്കുള്ള പാത അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും. ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വ ഇന്നൽ മലായികത ലതളൗ അജ്നിഹതഹാ റിളൻ ലിതാലിബിൽ ഇൽം, ഈ അറിവ് പഠിക്കാൻ മുന്നോട്ട് വന്ന വ്യക്തിക്ക് ആ വ്യക്തിയോടുള്ള തൃപ്തി സൂചകമായി കൊണ്ട് മലക്കുകൾ അവരുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ ആ വ്യക്തിക്ക് മേൽ അവർ വിരിച്ചു വെക്കുമെന്നാണ്. ശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വ ഇന്നൽ ആലിമ, അറിവ് നേടുന്ന വ്യക്തി, അറിവുള്ള വ്യക്തി, അറിവുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾ, ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും. റബ്ബേ, അവന് നീ പുറത്തു കൊടുക്കണേ എന്ന് ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും അവൻ വേണ്ടി പ്രാർത്ഥിക്കും. എത്രത്തോളം എന്നറിയോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഹത്തൽ ഹീതാനി ഫീ ജൗഫിൽ മാ, ആഴക്കടലിലുള്ള മത്സ്യങ്ങൾ വരെ അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. ആഴക്കടലിലെ മത്സ്യങ്ങൾ വരെ അവന് വേണ്ടി ഇസ്തിഗ്ഫാറിനെ നടത്തും. റബ്ബേ, അവന് നീ പുറത്തു കൊടുക്കണേ എന്ന പ്രാർത്ഥന അവർക്ക് ലഭിക്കും. കാരണം അവന് ദീന് പഠിക്കുന്നവനാണ്, അറിവ് കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നവനാണ്. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇന്ന ഫളൽ ആലിമി അലൽ ആബിദി കഫളിൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ സായിരിൽ കവാകിബ്, നല്ല നിലാവുള്ള രാത്രിയിൽ, തെളിഞ്ഞൊരു രാത്രിയിൽ പൂർണ്ണചന്ദ്രൻ എത്രത്തോളം ശ്രേഷ്ഠതയുണ്ടോ, മറ്റുള്ള നക്ഷത്രങ്ങളെക്കാൾ പൂർണ്ണമായ ചന്ദ്രൻ എത്ര ഫളലുണ്ടോ അത്രയും ഫളലുണ്ട് ഒരു അറിവ് പഠിക്കുന്ന വ്യക്തിക്കെന്ന് ലോകത്തിന്റെ നേതാവ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇത്രയും സൗഭാഗ്യങ്ങൾ മതം പഠിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ദീനിയായിട്ടുള്ള അറിവ് നേടാൻ മുന്നോട്ട് വരുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്നാണ്. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറാ, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ അവൻ അവഗാഹം കൊടുക്കും. മതപരമായ അറിവുകൾ കരസ്ഥമാക്കാനുള്ള അവസരം അവന് കൊടുക്കും. ദീനിയായ ഇൽമു നേടാനുള്ള സദസ്സ് അവൻ ഇട്ടുകൊടുക്കും. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ദീനിൽ അവഗാഹം കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയും പ്രാധാന്യമുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിക്കാൻ കാരണമാകുന്ന ആളുകളിൽ ഉൾക്കൊള്ളാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം സുഹൃത്തുക്കളെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ വർദ്ധിപ്പിച്ച് കിട്ടണമെന്ന് അതിനുവേണ്ടി ആഗ്രഹിച്ചിരുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരൊറ്റ കാര്യം ഉണ്ടായിട്ടുള്ളൂ. അള്ളാഹിന്റെ റസൂലിന്റെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ വർദ്ധിച്ചു കിട്ടണം, ദുനിയാവിൽ എനിക്ക് കൂടുതൽ കിട്ടണമെന്ന് അള്ളാഹിന്റെ റസൂൽ ആഗ്രഹിച്ച ഒരൊറ്റ കാര്യം, അത് ദീനിയായിട്ടുള്ള ഇൽമായിരുന്നു എന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നതും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വഖുർ റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹു പറയുകയാണ്, വഖുർ റബ്ബി സിദ്നി ഇൽമാ, നബിയെ താങ്കൾ പറയണം. എന്താണ് പറയേണ്ടതെന്നറിയോ? റബ്ബി സിദ്നി ഇൽമാ, റബ്ബേ എനിക്ക് മതപരമായ അറിവുകൾ റബ്ബേ നീ ധാരാളം വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ദീൻ എന്താണെന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം, അതിനുവേണ്ടി മുന്നോട്ട് വരാൻ നമ്മൾ തയ്യാറാവണം. ഇതൊക്കെ മതി, ഇതൊക്കെ ഇത്ര മതി എന്നല്ല ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ നിലപാടുണ്ടാവേണ്ടത്. ശരിയായ സ്രോതസ്സിൽ നിന്ന് ശരിയായ മതം, ആദർശം, ജീവിത ലക്ഷ്യം എന്ന് പഠിക്കാൻ അത് നമ്മൾ തയ്യാറാവണം സുഹൃത്തുക്കളെ. അല്ലെങ്കിൽ
വല്ലാത്ത ഒരു അജ്ഞത, ആ രൂപത്തിലുള്ള ഒരു ജീവിതത്തിലേക്കായിരിക്കും നമ്മൾ പോവുക എന്ന് മനസ്സിലാക്കണം. ഇനി ഇങ്ങനെ നമ്മൾ മതത്തെക്കുറിച്ചുള്ള അവബോധമുള്ള ആളാണെങ്കിൽ, മതത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇത്തരം അനാചാരങ്ങളിലേക്ക്, ഇത്തരം കുഫറും ബിദ്അത്തും ശിർക്കും നിറഞ്ഞ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പിന്നെ നമുക്ക് പോകാൻ കഴിയൂല. കാരണം ദീന് പഠിക്കുന്നത്, ദീനിനെ കുറിച്ചുള്ള ശരിയായ ബോധം ലഭിക്കുന്നതോടുകൂടി അള്ളാഹ് റസൂൽ എന്താ പഠിപ്പിച്ചെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ പിന്നെ നാട്ടിൽ നടക്കണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ രണ്ടും കൂടി നമ്മൾ നോക്കുമ്പോൾ അള്ളാഹ് റസൂലും പഠിപ്പിച്ചത് വേറെയും നാട്ടിൽ നടക്കുന്നത് വേറെയായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ ദീനനുസരിച്ചാ നോക്കുക. അപ്പൊ നമുക്ക് ഇത്തരം കുഫറും ബിദ്അത്തും ശിർക്കും നിറഞ്ഞ പ്രവർത്തനങ്ങളിലേക്ക് സുഹൃത്തുക്കളെ നമുക്ക് പോകാൻ കഴിയില്ല. ആ രൂപത്തിലായിരിക്കും പിന്നീട് നമ്മുടെ ജീവിതം ഉണ്ടാവുക. അതാണ് മതം പഠിച്ചുകൊണ്ട് നമുക്ക് കിട്ടാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു അന്ധവിശ്വാസത്തിലേക്കും പിന്നെ നമ്മൾ ഉണ്ടാവില്ല, ഒരു കുഫറിന്റെ പ്രചാരകനാകാൻ നമ്മൾ ഉണ്ടാവില്ല, ഒരു ബിദ്അത്തിന്റെ പരിപാടിക്ക് മുന്നിൽ നിൽക്കാൻ നമ്മൾ ഉണ്ടാവില്ല. ശിർക്ക് വരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഓടിയകലാൻ പിന്നെ നമുക്ക് തോന്നും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പിന്നെ നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്നാണ്. അതിനെല്ലാം അടിസ്ഥാനം ശരിയായ രൂപത്തിലുള്ള അറിവ്, മതത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അറിവുള്ളവർ ഒരിക്കലും ഇത്തരം അനാചാരങ്ങളിലേക്ക് പോവില്ല, അറിവുള്ളവർ ശിർക്കിനുണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഖുൽ നബിയെ താങ്കൾ പറയണം, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും സമമാവുമോ നബിയെ? ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമമാവുകയില്ലെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ അറിവുള്ളവരായും ആളുകളായി മാറുമ്പോഴാണ് സമൂഹത്തിൽ നിന്ന് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നീക്കം ചെയ്യപ്പെടുക. ഇതൊരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗത്തെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ പരലോകം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥ. നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാൻ സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ആ രൂപത്തിലുള്ളൊരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടാവണം. നമ്മുടെ ദീന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങൾ ബിദ്അത്തിന്റെയും കുഫ്രിന്റെയും ഷിർക്കിന്റെയുമായി മാറുന്നുണ്ടോ? അല്ലാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച ദീന് തന്നെയാണോ നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആ ആദർശം, മഹത്തരമായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ അതേ വഴിയിൽ തന്നെയാണോ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു പുനർവിചിന്തനം സുഹൃത്തുക്കൾ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ അറിവുള്ളവരായി ആളുകളായി മാറുമ്പോൾ ഇത്തരം അനാചാരങ്ങൾ സമൂഹത്തിൽ നിന്ന് പോകും, ഇത്തരം പ്രതിസന്ധികൾ സമൂഹത്തിൽ നിന്ന് പോകും, ഇത്തരം അധാർമികതകൾ സമൂഹത്തിൽ നിന്ന് പോകും. അപ്പോഴാണ് സമൂഹം ഒരു ഉത്തമ സമുദായമായി കൊണ്ട് മുന്നോട്ട് വരിക. അതിനെല്ലാം അടിസ്ഥാനം ഇത്തരത്തിലുള്ള അറിവ് നേടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കൽ ഒരു കവി പാടുകയുണ്ടായി. ആ കവി പാടുന്നത് എന്താണെന്നറിയോ? അൽ ഇൽമു മുബ്ലിഗു ഖൗമിൻ ദർവതശ് ശറഫി വസാഹിബുൽ ഇൽമി മഹ്ഫൂദുൻ മിനത് തലഫി. അറിവെന്ന് പറയുന്നത് ഒരു സമുദായത്തെ അതിൻ്റെ ഷറഫിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ എത്തിക്കുന്ന ഒരു കാരണമാണ്. ആ സമുദായത്തിന് അറിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ മതത്തെക്കുറിച്ചുള്ള അറിവുള്ള സമുദായമാണെങ്കിൽ ഉത്തമ സ്വഭാവത്തിലായിരിക്കും ആ സമുദായം ഉണ്ടാവുക, മഹത്തായ സ്വഭാവത്തിലായിരിക്കും ആ സമുദായം ഉണ്ടാവുക, മാന്യതയുടെ ഏറ്റവും ടോപ്പിലായിരിക്കും ആ സമുദായം ഉണ്ടാവുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ശേഷം അദ്ദേഹം പറയുന്നത്, വസാഹിബുൽ ഇൽമി മഹ്ഫൂദുൻ മിനത് തലഫി, നശിച്ച കാര്യങ്ങളിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന്, മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് എല്ലാ അറിവുള്ള ആളുകൾ മൊത്തം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകും എന്ന് പറഞ്ഞ അറിവുള്ളൊരു വ്യക്തി പിന്നെ മോശം കാര്യങ്ങൾ ചെയ്യാൻ പോകില്ല. അറിവുള്ളൊരു വ്യക്തി മ്ലേച്ഛതകൾ പ്രവർത്തിക്കാൻ ഉണ്ടാവില്ല. അവന്റെ നാവിൽ നിന്ന്, അവന്റെ കയ്യിൽ നിന്ന്, അവന്റെ കാലുകൊണ്ട് അവൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ എല്ലാം അടിസ്ഥാനം ദീനിനെ കുറിച്ചുള്ള അറിവ് മാത്രമാണ്. അത് പഠിക്കലാണ് അതിനുള്ള മാർഗം. അതിനുള്ള മാർഗങ്ങൾ തേടലാണ് ശരിയായ ആദർശത്തിലേക്ക് എത്താൻ, ശരിയായ മാർഗത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്ന് സുഹൃത്തുക്കളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീൻ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഈ ദീൻ, ഈ സഹാബികളും പൂർവികരായ ആളുകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള യഥാർത്ഥമായ ഈ ഒരു ആദർശം, അത് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ല എങ്കിൽ ആളുകൾ പറയണൊക്കെ ദീനാന്ന് വിചാരിച്ചിട്ട് പലതും പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ അതിങ്ങനെ കൊണ്ടു നടന്നിട്ട് അവസാനം വിലപിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരും, അല്ലാതെ ഖേദിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് അതൊക്കെ കൂലിയിട്ടാനുള്ള മാർഗം എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ
ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് അത് ദീനാണെന്ന് വിചാരിച്ചിട്ട് പരലോകത്തേക്കുള്ളൊരു മുതൽക്കൂട്ടാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിക്കാതെ നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നാളെ പരലോകത്ത് വിലപിക്കേണ്ട ഒരവസ്ഥ നമുക്ക് വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരം വിലപിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇത്തരം ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ വിജയത്തിന്റെ അടിസ്ഥാനമാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്ത് അവസാനം പരലോകത്തെത്തിയപ്പോൾ മനസ്സിലായി അതൊന്നല്ലായിരുന്നു ദീന്. ശരിയായ ആദർശത്തിലല്ലായിരുന്നു ജീവിച്ചത്. അവിടെ എത്തിയിട്ട് പിന്നെ ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ പറയുന്നൊരു വല്ലാത്ത വർത്താനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആ സംഭവം നമുക്ക് കാണാം. പരലോകത്തെ ചില ആളുകൾ അവർ പറയുന്നത് കാണാൻ കഴിയും. യൗമ തുഖല്ലബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ, നരകത്തിൽ ചില മുഖങ്ങൾ കീഴ്മേൽ മറിക്കപ്പെടുന്ന ദിവസം, രക്ഷാശിക്ഷകൾ നിർണയിക്കപ്പെടുന്ന ദിവസം, ആ പരലോകത്തിന്റെ ദിവസം യഖൂലൂന, ചില ആളുകൾ അവർ പറയും, ഇത്തരത്തിൽ ജീവിച്ച ആളുകൾ അവർ പറയുന്നത് എന്താണെന്നറിയോ? യാ ലൈതനാ അതഅനല്ലാഹ വ അതഅന റസൂല, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും ശരിയാം വിധം അതനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ശരിയായ ആദർശം മുറുകെ പിടിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. യഥാർത്ഥമായ തൗഹീദ് അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നവർ വിലപിക്കുമെന്നാണ്. ശേഷം അവർ പറയുന്നത് എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖാലു, അവർ പറയും, എന്താണ് അവർ പറയുന്നതെന്നറിയോ? റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വ കുബറാഅനാ, ഞങ്ങളുടെ സമുദായത്തിലെ പ്രമുഖന്മാരെയായിരുന്നു ഞങ്ങൾ അനുസരിച്ചിരുന്നത്, ഞങ്ങളുടെ സമുദായത്തിലെ പണ്ഡിതന്മാരെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ച ആളുകളെ ആയിരുന്നു ഞങ്ങൾ അനുസരിച്ചിരുന്നത്, ഞങ്ങളുടെ നാട്ടിലെ നേതാക്കന്മാരെ, ഞങ്ങളുടെ നാട്ടിലെ സാദത്യങ്ങളെ, ഞങ്ങളുടെ നാട്ടിലെ കുബറായങ്ങളെ ആയിരുന്നു ഞങ്ങൾ അനുസരിച്ചിരുന്നത്. ഫഅളല്ലൂന സബീല, അവർ ഞങ്ങളെ വഴിപിഴപ്പിക്കുകയാണ് ചെയ്തത്, യഥാർത്ഥമായ ദീനിൽ നിന്ന് തെറ്റിച്ചു കളയുകയാണ് ചെയ്തത്, യഥാർത്ഥമായ പാതയിൽ നിന്ന് അവർ ഞങ്ങളെ വഴിപിഴപ്പിക്കുകയാണ് ചെയ്തതെന്ന് ഖേദത്തോടുകൂടി വിലപിച്ചുകൊണ്ട് പരലോകത്ത് ഇത്തരത്തിലുള്ള ആളുകൾ പറയുമെന്നാണ്. ശേഷം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയോ? റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്, ഈ ശിക്ഷയിൽ നിന്ന് റബ്ബേ നീ അവർക്ക് രണ്ടിരട്ടി കൊടുക്കണേ. ഞങ്ങളെ വഴിവെപ്പിച്ചോലെ അവര്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ശിക്ഷ അവർക്ക് കൊടുക്കണം. ഞങ്ങളുടെ ദീന് നഷ്ടപ്പെടുത്തിയ, ഞങ്ങളുടെ പരലോകം നഷ്ടപ്പെടുത്തിയ ഇത്തരം ആളുകൾക്ക് റബ്ബേ ഈ ശിക്ഷ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് ഇത്തരത്തിലുള്ള ആളുകൾ വിലപിക്കുന്ന സന്ദർഭം പരിശുദ്ധ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. ശേഷം അവർ പറയും, വൽഅൻഹും ലഅനൻ കബീറാ, വലിയൊരു വൻ ശാപം അവർക്ക് മേൽ റബ്ബേ നീ ഏൽപ്പിക്കണേ. ഇതായിരിക്കും അവസ്ഥ. ദീന് പഠിക്കാതെ കണ്ടതും കേട്ടതും ഒക്കെ ദീനാക്കി ചിത്രീകരിച്ച് അതെല്ലാം കണ്ടുകൊണ്ടതെല്ലാം ദീനാൻ തെറ്റിദ്ധരിച്ച് കൂലി കിട്ടാനുള്ള മാർഗം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് അവസാനം ഇതായിരിക്കും അവരുടെ അവസ്ഥ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന്, ഇത്തരം വിലപിക്കുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ സുഹൃത്തുക്കളെ ദീന് പഠിക്കുന്നവരായി നമ്മൾ മാറുക. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. യഥാർത്ഥ ദീൻ എന്താണെന്ന് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ തേടി നമ്മൾ പോവുക. ഇന്ന് ഒരുപാട് സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ അതിനുണ്ട്. ദീന് പഠിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ മുന്നിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അതിലേറ്റവും വലിയ സംരംഭം ഞാനും നിങ്ങളും ഒക്കെ സ്നേഹിക്കുന്ന നമ്മുടെ ഏറ്റവും മഹത്തായ സ്ഥാപനം ജാമിഅ അൽ ഹിന്ദ് ഇസ്ലാമിയ തന്നെയാണ്. ഏതൊരാൾക്കും ദീന് പഠിക്കാൻ ഉതകുന്ന രൂപത്തിൽ പല സംരംഭങ്ങളിലായിക്കൊണ്ട്, പല പദ്ധതികളിലായിക്കൊണ്ട് ഒരുപാട് പദ്ധതികൾ ദീന് പഠിക്കാനുള്ള ഒരവസരം ഒരുക്കുന്ന ജാമിഅ അൽ ഹിന്ദ് ഇസ്ലാമിയുടെ കീഴിൽ ഒരുപാട് നടന്നു വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചു, 6, 7, 8 തീയതികളിൽ, ഫെബ്രുവരി 6, 7, 8 തീയതികൾ ഇതിന്റെ 3ാമത്തെ ബിരുദദാനം സമ്മേളനം കോൺവക്കേഷൻ 3.0 നടക്കുന്നുണ്ട്. അതുകൂടി ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരം സംഗമങ്ങൾ, ദീന് പഠിക്കാനുള്ള വേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥമായ തൗഹീദ് പഠിക്കാൻ, യഥാർത്ഥമായ ആദർശം പഠിക്കാൻ നമുക്ക് അതൊരു കാരണമാക്കിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതുപോലെ തന്നെ വായന ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് യഥാർത്ഥമായ ദീന് പഠിക്കാൻ അവരുടെ ആഴ്ചകൾ തോറും അവരുടെ കൈകളിലെത്തുന്ന നേർപ്പദം വാരികകൾ അറിവ് പഠിക്കാൻ, ദീന് പഠിക്കാൻ ഉതകുന്ന നല്ലൊരു മാർഗമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ ആപ്ലിക്കേഷൻ അറിവിനു വേണ്ടി, ദീന് പഠിക്കാനായി നമുക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു
മാർഗമാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റുകളായും ഓഡിയോകളായും വീഡിയോകളായും അതുപോലെ തന്നെ ഏത് രൂപത്തിൽ വേണമെങ്കിലും ദീന് പഠിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ജമീൽ ആപ്ലിക്കേഷൻ ദീന് പഠിക്കാനുള്ള അതിനുവേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന മാർഗമാണ്. ഈ രൂപത്തിൽ നാട്ടിൽ നടക്കുന്ന QHLSകൾ, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ, സിയാറികൾ, ഈ രൂപത്തിൽ നമ്മുടെ കീഴിൽ നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നമുക്ക് ദീന് പഠിക്കാൻ, യഥാർത്ഥമായ ആദർശം പഠിക്കാൻ, നമ്മുടെ പരലോകം നഷ്ടപ്പെടാതിരിക്കാൻ, ശരിയായ മതത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെയെല്ലാം നമ്മുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെ കൂടി പങ്കെടുപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ മനസ്സിലാക്കിയ ആദർശം ഇത്തരത്തിൽ പല വേദികളിൽ നിന്നായി, പല സംവിധാനങ്ങളിൽ നിന്നായി നമ്മൾ മനസ്സിലാക്കിയ ഈ യഥാർത്ഥമായ ആദർശം അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ദഅവത്തിന്റെ മാർഗത്തിൽ മുന്നിട്ടിറങ്ങാൻ നമ്മൾ തയ്യാറാവണം. അത് അമ്പിയാക്കളുടെ പാതയാണ്. പ്രവാചകന്മാർ മുഴുവൻ സ്വീകരിച്ച ദഅവത്തിന്റെ മാർഗത്തിൽ അതിന്റെ മുന്നിൽ നിൽക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ മനസ്സിലാക്കി ഈ കളങ്കമറ്റ തൗഹീദിന്റെ ആദർശം മറ്റുള്ള ആളുകളിലേക്ക് കൂടി എത്തിക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാവണം. നമ്മുടെ മാത്രമാണ് മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ, അതുപോലെ തന്നെ നമ്മുടെ ഉമ്മമാരെ, ഉപ്പമാരെ എല്ലാവരെയും ആ രൂപത്തിലുള്ള ആദർശത്തിലേക്ക് കൊണ്ടുവരാൻ, അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ അതിനുവേണ്ടി നമുക്ക് ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉയരണം. ഈ രൂപത്തിൽ ഹൈറായ കാര്യങ്ങൾ കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനുമുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ യഥാർത്ഥ ദീൻ, അത് ശരിയായ ദീൻ, കളങ്കമറ്റ തൗഹീദിന്റെ ആദർശം ശരിയായ സ്രോതസ്സിൽ നിന്ന് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനുള്ള മഹത്തായ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും അതിന്റെ ഭാഗവാക്കായ ആളുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.